കശ്മീരിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ദാൽ തടാകത്തിന്റെ അടിത്തട്ടിൽ നിന്നും മിസൈലിന്റേതെന്ന് കരുതുന്ന അവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെയുണ്ടായ വൻ സ്ഫോടന ശബ്ദത്തിന് പിന്നാലെയായിരുന്നു ഇത്. വിവരങ്ങളുമായി അവിടെ നിന്നും ആദിൽ പാലോടുണ്ട്. അതിൽ ദാൽ തടാകം ഭൂമിയിലെ സ്വർഗം എന്ന് കരുതുന്ന പ്രദേശത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം കൂടിയാണ്. അവിടെ ഇപ്പോൾ മിസൈൽ ആക്രമണം തുടർച്ചയായി ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്നും അവശിഷ്ടം കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? അവിടെ ഇപ്പോൾ കാണാനാകുന്നത് എന്താണ് ആദിൽ? ഞാനിപ്പോൾ ഡാൽ തടാകത്തിന് മുന്നിലാണ് ഉള്ളത്, ഒരു വശത്താണുള്ളത്. ഇവിടെ ഡാൽ തടാകം കാണാം. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണ ദൃശ്യങ്ങളിലേക്ക് പോകും. ഇപ്പോൾ ഇതിനോടകം തന്നെ ഇന്ന് രാവിലെയാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. വലിയ ഉഗ്ര ശബ്ദത്തോടുകൂടി ഈ ഡാൽ തടാകത്തിലേക്ക് എന്തോ വീഴുന്നതായി ആളുകൾ കാണുകയായിരുന്നു. ഉടനെ തന്നെ ഒരു പുക പോലെ ചിലത് പുക ഉയരുന്നതും കണ്ടു. അപ്പോൾ തന്നെ ഈ വിവരം സൈന്യത്തെയും മറ്റും ജമ്മു കാശ്മീർ പോലീസിനെയും അറിയിക്കുകയും പ്രദേശവാസികളെ അറിയിക്കുകയും വളരെ വേഗം ഒരു പരിശോധന നടത്തുകയും ചെയ്തു. പരിശോധനയിൽ ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. മിസൈലാണോ എന്ന സംശയമാണ് ഇപ്പോൾ പോലീസിനും സൈന്യത്തിനും ഉള്ളത്. ഇത് സംബന്ധിച്ചുള്ള ഫോറൻസിക് അടക്കമുള്ള പരിശോധനകൾ നടക്കുകയാണ് എന്നുള്ളതാണ്. ഈ ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ സജീവമായ ഒരു ഭാഗമാണ്, ഒരു തെരുവ് കൂടിയാണ് ഡാൽ തടാകത്തിന് സമീപത്തുള്ള നടപ്പാതയടക്കം. അവിടെ നിന്ന് ആളുകളെ മുഴുവനായി തന്നെ മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഇവിടെ വരുമ്പോൾ നേരിട്ട് കാണുന്ന കാഴ്ച. ഡാൽ തടാകത്തിൽ ഇന്ന് രാവിലെയാണ് ഈ രൂപത്തിലുള്ള സ്ഫോടനം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മു മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പാകിസ്ഥാൻ്റെ ആക്രമണമെങ്കിൽ ഇത്തവണ ശ്രീനഗർ കേന്ദ്രീകരിച്ചുകൂടി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ലക്ഷ്യം ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കശ്മീരിൻ്റെ വിവിധ മേഖലകൾ, അതിർത്തി മേഖലകളിൽ, പ്രത്യേകിച്ച് ഉറി, കുപ്വാര അടക്കമുള്ള മേഖലകളിൽ ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. ഇതിനൊപ്പം കശ്മീരിലെ തന്നെ തലസ്ഥാനം ശ്രീനഗറിലേക്ക് കൂടി പാകിസ്ഥാൻ മിസൈലുകൾ അയക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഡാൽ ലേക്കിലാണ് അത് വന്ന് പതിച്ചത്. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. വലിയ ഉഗ്ര ശബ്ദമായിരുന്നു. വലിയ ശബ്ദത്തോടെ തടാകത്തിലേക്ക് എന്തോ ഒരു സാധനം വന്ന് വീഴുന്നു, പുക ഉയരുന്നു എന്നുള്ളതാണ് ആളുകൾ കണ്ടത്. വളരെ വേഗം നടത്തി അതിൻ്റെ അടിത്തട്ടിൽ നിന്നും ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത് മിസൈലാണെന്ന സംശയമാണുള്ളത്. ഇതിനൊപ്പം തന്നെ ശ്രീനഗറിലെ വിമാനത്താവളത്തിലേക്ക് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായത് സൈന്യത്തിന് കൃത്യമായി ചെറുക്കാൻ കഴിഞ്ഞു, പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന വിവരം രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. ശ്രീനഗറിൽ 3 ഇതിന് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1 ഡാൽ തടാകത്തിൽ, 2 ഇപ്പോൾ പറഞ്ഞതുപോലെ വിമാനത്താവളത്തിൽ, 3 ഇതിന് സമീപത്തെ ശ്രീനഗറിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് ഒരു വിമാനത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടു എന്ന് നാട്ടുകാർ പറയുകയും അത് സൈന്യം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് പരിശോധനയ്ക്കായി. ഈ രൂപത്തിൽ ശ്രീനഗറിലേക്ക് കൂടി പാകിസ്ഥാൻ്റെ ആക്രമണം വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് കൃത്യമായ മറുപടി അതിർത്തി മേഖലകളിലും മറ്റും തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നൽകുന്നുമുണ്ട്. നമ്മൾ ഈ കാണുന്ന ഡാൽ തടാകത്തിലാണ് രാവിലെ 6 മണിയോടെ വലിയൊരു ശബ്ദം കേൾക്കുന്നതും പിന്നീട് അത് പരിശോധിക്കുമ്പോൾ ലോഹഭാഗങ്ങൾ കിട്ടിയതും. സ്മൃതി, അതിൽ ഇത് കൂടാതെ കശ്മീരിലെ പല ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സ്കൂളുകൾ തകർന്ന സാഹചര്യമുണ്ടായി, കുട്ടികൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി. സ്കൂളിലല്ല, വീടുകളിൽ നിന്ന് 2 കുട്ടികൾ മരിച്ച സാഹചര്യമുണ്ടായി. വേറെയും ചില മരണം സംഭവിച്ചല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ ആളുകളോട് പൂർണ്ണമായും പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം നൽകി അത്തരം കർശന സുരക്ഷാ രീതികളാണ് അവിടെ അവലംബിക്കുന്നത്. ഇപ്പോൾ പഞ്ചാബിൽ ചണ്ഡീഗഡിൽ അതാണ് കാഴ്ച, ജയ്സാൽമീറിൽ അതാണ് കാഴ്ച. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇത് പഞ്ചാബിലും ജയ്സൽമീറിനൊക്കെ മുൻപ് തന്നെ കൃത്യമായി പറഞ്ഞാൽ കശ്മീരിലും ജമ്മുവിൽ ജാഗ്രതയുണ്ടായിരുന്നു. 7-ാം തീയതി ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വലിയ തോതിലുള്ള ജാഗ്രത കശ്മീരിൻ്റെ പല മേഖലകളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ കർശനമായ ജാഗ്രതയുണ്ടായിരുന്നു. ബങ്കറുകളിലേക്ക് ആളുകളെ മാറ്റാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ആളുകളെ മാറ്റുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ ഉറിയിലെ സലാമാബാദ് സന്ദർശിച്ചിരുന്നു, കുപ്വാരയിലെ ചൗക്കിബാൽ സന്ദർശിച്ചിരുന്നു. ഉറിയിലെ തന്നെ പല ഗ്രാമങ്ങൾ, അവിടെയൊക്കെ കാണുന്ന കാഴ്ച പാകിസ്ഥാൻ ഈ സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത എന്ത് എന്നുള്ളത് വെളിവാക്കുന്നതായിരുന്നു. കൃത്യമായ ദൃശ്യങ്ങളാണ്. പലരുടെയും, പാവപ്പെട്ടവരുടെ, അതിസാധാരണക്കാരായ ആളുകളുടെ വീടുകൾ ഷെല്ലാക്രമണത്തിൽ തകർക്കുന്നതായിരുന്നു കാഴ്ച. അവരൊക്കെ ജീവനും കൊണ്ട്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നർഗീസ് എന്ന പേരുള്ള 45 വയസ്സുകാരി രക്ഷപ്പെടുന്നതിനിടെ കാറിലിരുന്നാണ് കൊല്ലപ്പെടുന്നത്. സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാറിലേക്ക് ഷെല്ല് തുളഞ്ഞു കയറുകയായിരുന്നു. കഴുത്തിൽ ഷെല്ലേറ്റ് ആ സമയം തന്നെ തൽക്ഷണം കൊല്ലപ്പെടുകയായിരുന്നു നർഗീസ് എന്ന ഉറി സ്വദേശിനി. ഈ രൂപത്തിൽ പലതരത്തിലുള്ള പരിക്കേറ്റ ആളുകളെ ഇപ്പോഴും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയും വിവിധ മേഖലകളിൽ ഷെല്ലാക്രമണം, കശ്മീർ
കശ്മീരിൻ്റെ അതിർത്തി മേഖലകളിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാരാമുള്ള, ഒപ്പം ഉറിയിലെ തന്നെ വിവിധ ഗ്രാമങ്ങൾ, കുപ്വാരയിലെ ചൗക്കിവാൽ അടക്കമുള്ള ഗ്രാമങ്ങൾ, ഇങ്ങനെ കശ്മീരിൻ്റെ വടക്കൻ തെക്കൻ കശ്മീരുകളുടെ അതിർത്തി മേഖലകൾ ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടാകുന്നുണ്ട്. അത് അതിസാധാരണക്കാരായ പാവങ്ങളായ ആളുകളെ ആ രൂപത്തിൽ പ്രതിസന്ധിയിലുമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ തന്നെ കർശനമായ ഒരു ജാഗ്രതയും സുരക്ഷയും അതിർത്തി മേഖലകളിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഡാൽ ലേക്കിൽ കാണുന്ന കാഴ്ച ഇങ്ങനെയൊന്നും കാഴ്ച സാധാരണ ആളുകൾ കാണുന്നതല്ല. നിറഞ്ഞു കവിഞ്ഞ ആളുകൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്, തെരുവാണ്. ആ തെരുവിലിപ്പോൾ ആളുകളെ ഒന്നും കാണുന്നില്ല. സാധാരണ ഈ ശിക്കാര അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന 2-3 പേരെ ഒഴിച്ചാൽ ബാക്കി ആരെയും കാണുന്നില്ല. ഇതൊക്കെ സജീവമായി യാത്രകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഡാൽ ലേക്കാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണല്ലോ, ഏറ്റവും മനോഹരമായ സ്ഥലം കൂടിയാണ് ഈ ദാൽ തടാകത്തിനരികിൽ നിന്നും. നേരത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ മനോഹാരിത ചിത്രീകരിച്ചുകൊണ്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഇന്നിപ്പോൾ ആശങ്കയുടെ നിമിഷങ്ങളാണ്. കശ്മീരിന് ഇത് പുതുമയുള്ള കാര്യമല്ല ആക്രമണങ്ങൾ എന്നുള്ളത്, പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി ആശങ്കപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ. അതിലിപ്പോൾ പല ഗ്രാമങ്ങളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുകയാണല്ലോ. ഇവരെയൊക്കെ എവിടേക്കാണ് താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്? താൽക്കാലികമായി ശ്രീനഗർ, ബാരാമുള്ള അടക്കമുള്ള അടുത്തുള്ള സമീപത്തെ പ്രധാന നഗരങ്ങളിലേക്ക് മാറ്റി എന്നുള്ളതാണ് പ്രാദേശിക സർക്കാരുകൾ അറിയിക്കുന്നത്. സൈന്യത്തിൻ്റെ കൂടി നിർദ്ദേശമനുസരിച്ചാണ് പലരെയും ബങ്കർ സംവിധാനമുള്ള ഭാഗങ്ങളിലേക്ക് മാറ്റി എന്നതുമുണ്ട്. പല ഗ്രാമങ്ങളിലും ബങ്കറുകളുണ്ട്. ബങ്കറുകളിൽ ഇരിക്കാനുള്ള എന്തെങ്കിലും ഒരു ആക്രമണമുണ്ടായാൽ, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊരു ആക്രമണമുണ്ടായാൽ, മിസൈൽ ആക്രമണമോ ഷെല്ലാക്രമണമോ ഉണ്ടായാൽ ബങ്കറിനുള്ളിൽ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അതില്ലെങ്കിൽ അടുത്തുള്ള ഭാഗങ്ങളിലേക്ക് സൈന്യത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും തുടർ ദിവസങ്ങളിലും ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഈ ക്രൂരമായ നീചമായ പ്രവൃത്തി, സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു ജാഗ്രത അതിർത്തി മേഖലയിൽ കാണുന്നത്. അതിർത്തിയിൽ മാത്രമല്ല ആളുകൾ താമസിക്കുന്ന, കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ് ജമ്മുവിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യം. അതുപോലെ തന്നെയാണ് ശ്രീനഗർ തലസ്ഥാന നഗരിയാണ് ജമ്മു കാശ്മീരിൻ്റെ. ആ ഭാഗത്തുകൂടി ഈ രൂപത്തിൽ ഡാൽ ലേക്കിൻ്റെ ഉള്ളിൽ വീണതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പുറത്തേക്കോ ആളുകളുള്ള സ്ഥലത്തേക്കോ മറ്റോ ആയിരുന്നെങ്കിൽ വലിയ അത്യാഹിതമുണ്ടാകാനുള്ള, ആളപായമുണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഈ കാണുന്ന ഡാൽ ലേക്കിലാണ് 6 മണിയോടെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടത്. അതെ, വീട്ടിൽ അതായത് നേരത്തെ അതിർത്തികളിൽ മാത്രമായിരുന്നു പ്രകോപനമെങ്കിൽ ഇപ്പോഴത് കൃത്യമായി സാധാരണ നഗരങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം CRPFൻ്റെയൊക്കെ സുരക്ഷയുണ്ട്. സ്മൃതി, വലിയ ഒരു ജാഗ്രത ഇവിടെ ആകെയുണ്ട്. പ്രത്യേകിച്ച് ശ്രീനഗറിലുണ്ട്. ശ്രീനഗർ ആക്രമിക്കപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വലിയ സന്നാഹമാണ് സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന്. കൃത്യമായ സുരക്ഷയും സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പോക്കറ്റുകളിലും ഒരു 100-50 മീറ്റർ കഴിയുമ്പോൾ 2 CRPF ഉദ്യോഗസ്ഥർ വീതം നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ശിക്കാരകൾ സാധാരണഗതിയിൽ ഓടുന്നത് പോലെ ചലിക്കുന്നില്ല. ഇവിടെ ആകെ ഒരു ബന്ദിന് സമാനമായ, ഹർത്താലിന് സമാനമായൊരു സാഹചര്യമാണ് നമ്മളിവിടെ ശ്രീനഗറിൽ കാണുന്നത്, പ്രത്യേകിച്ച് ഡാൽ തടാകത്തിന് സമീപത്തും കാണുന്നത്. സ്മൃതി.